ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റോ വിത്ത് ആതിര. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ചിന്നുവിൻ്റെ വെഡ്ഡിംഗ് ഡേ വീഡിയോ ആണ്. 15th സൺഡേ ആയിരുന്നു മാരേജ്. 7:30ക്കും 8നും ഇടയ്ക്കായിരുന്നു താലികെട്ട്. ഞങ്ങളെല്ലാവരും രാവിലെ അമ്പലത്തിലെത്തി. അങ്ങനെ ചിന്നു നല്ല സുന്ദരി കുട്ടിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നേക്കാണ് കേട്ടോ. അവളുടെ താഴത്തെ ആ നോസ്റ്റായിട്ട് വെച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു അനുഗ്രഹം, അവർ രണ്ടുപേരുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊന്നും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മണ്ണന്തല അമ്പലത്തിൽ ഒരു കല്യാണം കാണുന്നത് കേട്ടോ. അതിന് മുന്നേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചിന്നു രാവിലെ തന്നെ പാർലറിൽ പോയി മേക്കപ്പ് എല്ലാം ചെയ്തിട്ടാണ് വന്നത്. സെറ്റ് സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. അലികെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പാർലറിൽ പോയി നമ്മുടെ കല്യാണ സാരിയൊക്കെ ഉടുത്തിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിൽ വരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അപ്പം അനുഗ്രഹമൊക്കെ വാങ്ങി എല്ലാം റെഡി ആയിട്ട് പിന്നെ താലികെട്ടായിരുന്നു. അപ്പം ഇത് ഞാനും ചേച്ചിയാണ് കേട്ടോ. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല. സോ കുളിച്ചിട്ട് ഓടിങ്ങ് വരികയാണ് ചെയ്തത്. അപ്പം ശബരിയുടെ അച്ഛനാണ് താലിമാല കൊടുത്തത്. എന്നിട്ട് പെട്ടെന്ന് തന്നെയാണ് ഇങ്ങനെ കൊട്ടും കുരവയും അങ്ങനത്തെ ആഘോഷമൊന്നുമില്ലായിരുന്നു. എല്ലാവരും സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചിട്ട് താലി കെട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് ചിന്നുവിൻ്റെയും കല്യാണം കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം ഒരു ഗേളായിട്ട് ഇനി വീണ കൂടിയുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ജനറേഷനെ വരത്തുള്ളൂ. അങ്ങനെ താലിയൊക്കെ കെട്ടി സെറ്റായി. പിന്നെ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഞാനും അമ്മയും നിധികൊണ്ടും കൂടെ പുറത്തിറങ്ങിയപ്പോൾ ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് രണ്ടുപേരുടെയും ലുക്ക്. പിന്നെ ഇത് അമ്മയും ചിന്നുവും, പിന്നെ ഞാനും ചിന്നുവും കൂടെ ആയിട്ടൊരു സെൽഫി എടുത്തു. പിന്നെ ഇത് അപ്പച്ചിയും ചേട്ടനും മോളും, പിന്നെ ഇത് ചേച്ചി കസിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ അമ്മ പൂ ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി കല്യാണത്തിന് വരുമ്പോൾ വെച്ചുകൊണ്ട് വരാനുള്ള പൂവെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി സാരി, ഞാനൊരു പിങ്ക് ലോട്ടസ് പിങ്ക് സാരിയാണ് ഉടുത്തിരുന്നത്. ഇത് കുട്ടിന് ഒരു ഗ്രീൻ ആൻഡ് റെഡ് പട്ടുപാവാടയാണ്. ഞാൻ എപ്പോഴും ബ്ലൂ കളറൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഒരു പിങ്ക് ആണ് ചൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ഉടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് ഓൺലൈനിൽ നിന്നാണ്, കമ്മൽ മാല എല്ലാം ഓൺലൈൻ. മൊത്തത്തിൽ ഞാൻ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പിന്നെ നേരെ ഒരുങ്ങി ഞങ്ങൾ മൂന്നുപേരും കൂടി ഓഡിറ്റോറിയത്തിൽ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴും എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ആൾക്കാരാണല്ലോ നേരത്തെ എത്തേണ്ടത്. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ വന്ന് പിള്ളേർ സെറ്റ് താലപ്പൊലിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും താലപ്പൊലിക്ക് റെഡിയായി നിൽക്കുന്നതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ 10:30ക്കായിരുന്നു സ്വീകരണം. കല്യാണ ചെറുക്കൻ ആൻഡ് ഫാമിലീനെ വെൽക്കം ചെയ്യാനായിട്ട് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞിട്ട് എവിടെ അലമ്പുണ്ടാക്കാം എന്ന് ആലോചിച്ചിരിക്കുന്ന പിള്ളേർ സെറ്റാണ്. അപ്പം ഞാൻ ഇനി അടുത്തതായിട്ട് ചിന്നുവിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ചിന്നുവിൻ്റെ ഫൈനൽ ലുക്ക്. ഒരുക്കിയൊക്കെ വന്നപ്പോൾ ചിന്നു നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത് അമ്മയും ചിന്നുവായിട്ടുള്ളൊരു ഫോട്ടോ. ഞാൻ സാരിയൊക്കെ ഉടുത്തതുകൊണ്ട് കസിൻ്റെ കൊണ്ട് പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും പിന്നെ ചിന്നുവും ഞാനുമായിട്ടുള്ളൊരു ഫോട്ടോ. പിന്നെ ചിന്നു പിള്ളേർ സെറ്റിൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ആയിട്ടുള്ളൊരു സെൽഫി. ഇത് അമ്മയുടെ ചേച്ചിയും അനിയത്തിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പച്ചിയും ചിറ്റയും പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ള ഫോട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം താലപ്പൊലി റെഡിയായി നിൽക്കേണ്ട ടൈമായി. അപ്പം നിധിക്കൂട്ടിനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ്. ആ തട്ടം എൻ്റെ കയ്യിൽ തരുന്നേ ഇല്ലായിരുന്നു. എനിക്ക് പേടി അതെല്ലാം കൂടെ അവിടെ താഴെ തള്ളിയിടുമെന്നായിരുന്നു. സ്വീകരണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഓഡിറ്റോറിയം ഓൾമോസ്റ്റ് ഫുള്ളായി. ഞാനിത് മണ്ഡപത്തിൽ നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. കാരണം ഇനിയും താലപ്പൊലിയുണ്ട്. സോ ഞങ്ങളെല്ലാവരും മേളിൽ മണ്ഡപത്തിൽ തന്നെയാണ് നിന്നത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ചിന്നു അപ്പച്ചിയുടെ എന്നും അച്ഛൻ്റെ എന്നും അനുഗ്രഹമൊക്കെ വാങ്ങി. വല്യച്ഛനായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. പക്ഷെ വല്യച്ഛൻ ആ സമയമായപ്പം ചെറിയ വയ്യായിക വന്നു. സോ അച്ഛനാണ് നിന്നത്. പിന്നെ ഇത് ഞാൻ മണ്ഡപത്തിൽ നിന്ന് എല്ലാവരുടെയും വീഡിയോ എടുത്തതാണ് കേട്ടോ. എല്ലാം ക്യാമറമാൻ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എങ്കിലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറിയിട്ടൊക്കെ എടുത്ത വ്യൂ ആണ്. പിള്ളേർ സെറ്റ് അടുത്ത പൂ എവിടെ നിന്ന് എടുക്കാം അങ്ങനത്തെ ഉള്ള ഡിസ്കഷനിലാണ് അവിടെ നിന്നത്. എങ്ങനെയെങ്കിലും ഇതിനൊന്ന് കഴിഞ്ഞിട്ട് കളിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജാരി അവർക്കെല്ലാം തീർത്ഥമൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജാരി മന്ത്രങ്ങളൊക്കെ പറഞ്ഞത് അച്ഛനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ എൻ്റെയും വാവയുടെയും കഴിഞ്ഞിട്ട് പിന്നെ അച്ഛന് ചിന്നുവിൻ്റെതും കൂടി ചെയ്യാനായിട്ട് പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വീണയെ ഏൽപ്പിച്ചു. ഞാൻ വീണയോട് പറഞ്ഞു, വീണ എൻ്റെത് മാത്രം ഒന്നിലും കിട്ടാറില്ല, അതുകൊണ്ട് നീ എടുത്ത് താന്ന് പറഞ്ഞിട്ട് ഞാൻ വീണയുടെ കൊടുത്തതാണ്. അപ്പോൾ അവളാണ് എല്ലാ വ്യൂ ഒന്ന് എടുത്തു തന്നത്. പിന്നെ ഇത് നിധിക്കുട്ടൻ്റെ പൊട്ട് പോയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എക്സ്ട്രാ പൊട്ടൊക്കെ വെച്ച് കൊടുപ്പിക്കുന്നതാണ്. കൊണ്ടുവന്ന പൊട്ടൊക്കെ തീർന്ന് ലാസ്റ്റ് ഞാൻ ചേച്ചിയുടെ നിന്നാണ് പൊട്ടൊക്കെ വാങ്ങി വെച്ചു കൊടുത്തത്. അങ്ങനെ പിന്നെ അപ്പച്ചി ചിന്നുവിന് വിളക്കൊക്കെ കൊടുത്തു. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി പോകുന്നതാണ് കണ്ടത്. പിന്നെ ഇത് അച്ഛൻ്റെ മാമനും മാമിയുമാണ്. പിന്നെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഫോട്ടോ എടുത്തു. അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ എടുത്താണ്. പക്ഷെ ആ സമയത്ത് അച്ഛൻ വേറെ എവിടെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇത് മാമി, അപ്പച്ചി, വിഷ്ണു. പിന്നെ അടുത്തത് അമ്മയുടെ ഫാമിലിയിൽ നിന്ന് വന്ന എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ അവർ ഇറങ്ങിയപ്പോഴും ഒരു ഫോട്ടോയും കൂടെ എടുത്തായിരുന്നു ഞാൻ. പിന്നെ ഇത് ചേച്ചിയും ചേട്ടനും മോളും. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു സെൽഫി എടുത്തതായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. പിന്നെ അമ്പാടിയും ബേബിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയപ്പോൾ ചിന്നു ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റം സദ്യയിലോട്ട് പോയത്. അങ്ങനെ ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടി പോയിരുന്നു. നിധിക്കുട്ടിനൊക്കെ സെപ്പറേറ്റ് ഒരു സീറ്റ് കൊടുത്തു. അങ്ങനെ പിന്നെ ചോറൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഫോണൊക്കെ അങ്ങ് മാറ്റി വെച്ചത് സദ്യയിൽ അങ്ങ് മുഴുകിയിരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ചേച്ചിയുടെ ഫാമിലി എല്ലാവരുമാണ്. പിന്നെ പിള്ളേർ സെറ്റ് കഴിഞ്ഞ ദിവസത്തെ അതേ ഓർമ്മയിൽ അവിടുത്തെ ബാക്കി പൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. പിന്നെ ഞാനും വീണയും വിഷ്ണു എല്ലാവരുമായിട്ട് ചുമ്മാ കത്തിയൊക്കെ വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിന്നുവിന് ഇറങ്ങേണ്ട ടൈമായി. അങ്ങനെ ചിന്നു എല്ലായിടത്തും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അപ്പച്ചിയോട് ഞങ്ങൾ ചോദിച്ചു, കരയുന്നൊന്നുമില്ല? അപ്പോൾ അപ്പച്ചി പറഞ്ഞു അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഓടിപ്പോവാണ്. എന്നിട്ട് കറക്റ്റ് ചിന്നു ഇറങ്ങേണ്ട സമയമായപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല പെട്ടെന്ന് കരച്ചിലൊക്കെ വന്ന് ചിന്നുവിനെയും കൂടെ കരയിപ്പിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ചിന്നു കരയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയാക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഹാപ്പി ആയിട്ട് ചിന്നു ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത് കുമാരിപ്പച്ചി ഇവിടെ സീരിയസ് ആയിട്ട് കരയുമ്പോൾ അമ്മയും മോളിപ്പച്ചിക്ക് എല്ലാം ചിരി സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വീണയുണ്ടായിരുന്നു ബാക്കിൽ. അവർക്കാർക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം നടക്കുമ്പോഴാണ് ചിരി. അങ്ങനെ ഒരു ഡയലോഗാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെ ചിന്നുവിനെ യാത്രയൊക്കെ ആക്കി എല്ലാവരുടെയും നിന്ന് ബൈ ഒക്കെ പറഞ്ഞ് ചിന്നു ഇറങ്ങി. അപ്പം ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചിയോട് പോയി പറഞ്ഞു ചിന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് അപ്പച്ചിയുടെ വഴക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്നു യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇതായിരുന്നു ചിന്നുവിൻ്റെ കല്യാണ വീഡിയോ. കുറേ നാളിന് ശേഷമുള്ള ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു കല്യാണ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.